ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പൊതുവിലുള്ള ഒരു പെർഫോമൻസ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഏറ്റവും അവസാനം നേരിയ തോതിലുള്ള ഒരു കറക്ഷൻ നടന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആഴ്ചയുടെ ആ ഒരു ബിഗിനിങ്ങിൽ മികച്ച നേട്ടം ഉണ്ടാക്കിയെങ്കിലും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ് മോശമായതും മാർക്കറ്റിനെ താഴോട്ടേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ Q1 ക്വാർട്ടറിലെ കമ്പനികളുടെ മികച്ച ഏർണിങ്സ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ FIAസിൻ്റെ ആ ഒരു തിരിച്ചുവരവും അപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിലൊക്കെ മാർക്കറ്റിനെ ഉയർത്താൻ പ്രധാന കാരണങ്ങളായിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ബ്രന്റ് ക്രൂഡിന്റെ വില വീണ്ടും 80 മുകളിലേക്ക് പോയത് മാർക്കറ്റിന്റെ ആ ഒരു മൊത്തത്തിലുള്ള സെന്റിമെന്റ്സിനെ നെഗറ്റീവായിട്ട് ബാധിച്ചതായിട്ട് കാണാം. അപ്പോൾ സ്ട്രൈറ്റ് ഫോർമസുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ചകളിലുള്ള അൺസർട്ടനിറ്റിയും അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ്സും മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ജാഗ്രത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ഓഗസ്റ്റ് 3 മുതൽ ആരംഭിച്ച F&O സ്റ്റോക്കുകളിലുള്ള ആ ഒരു ക്ലോസിംഗ് പ്രൈസ് നിശ്ചയിക്കുന്നതിൽ എക്സ്ചേഞ്ചുകൾ പുതിയ ഓപ്ഷൻ മെക്കാനിസം കൊണ്ടുവന്നത്. അത് തുടക്കത്തിൽ മാർക്കറ്റിൽ കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ അതുമായിട്ട് മാർക്കറ്റ് പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൻ്റെ ആ ഒരു ബ്രോഡ് മാർക്കറ്റ് പ്രകടനം നമ്മൾ പരിശോധിച്ചാൽ ലാർജ് ക്യാപ്പുകളെക്കാൾ സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പ് കമ്പനികളിലാണ് കൂടുതലായിട്ടുള്ള നേട്ടം ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 3% കൂടുതലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 2% കൂടുതലുമുള്ള ഒരു ഉയർന്ന നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ അതാണ് ഈ ഒരു ഉയർന്ന നേട്ടം ഈ സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പ് ഇൻഡെക്സുകൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റി 50 ഒരു പോസിറ്റീവ് റിട്ടേൺ ഉണ്ടെങ്കിലും മറ്റ് ഇൻഡെക്സുകളെ അപേക്ഷിച്ചിട്ട് വളരെ സ്ലോ ആയിട്ടാണ് നിഫ്റ്റി 50യുടെ പ്രകടനം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സും വലിയ കമ്പനികളിൽ FIAs സൃഷ്ടിച്ച ഒരു സെല്ലിംഗ് പ്രഷറും അതൊക്കെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ആ ഒരു മൊമെൻറ്റം കുറയാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 നിഫ്റ്റി മിഡ് ക്യാപ്പിലൊക്കെ മോശമല്ലാത്ത ഒരു മികച്ച ബൈങ് നടന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബ്രോഡ് മാർക്കറ്റ് റാലി പോർട്ട്ഫോളിയോയുടെ മൂല്യം ഉയർത്തുമെങ്കിലും ഇപ്പോൾ മൈക്രോ ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ആ ഒരു സെഗ്മെൻറ്റിൽ അതിൻ്റെ ഇൻഡെക്സിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഒരു ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയുടെ സെക്ടറൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചില വ്യക്തമായ ട്രെൻഡുകൾ രൂപപ്പെടുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയുള്ളത് നിഫ്റ്റി PSU ബാങ്കുകളാണ്. ഏകദേശം 5% ഒരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ച മാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ SBI ഉൾപ്പെടെയുള്ള ഈ PSU ബാങ്കുകളുടെ ആ ഒരു Q1 റിസൾട്ട് അതുകൂടാതെ ഈ PSU ബാങ്കുകളിലെ വാല്യുവേഷൻ പൊതുവെ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടും മൊത്തത്തിൽ ഒരു ബൈങ് നമുക്ക് പ്രകടമായിട്ട് കാണാം. ഇതുകൂടാതെ ചൈന ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയും അതുപോലെ ഗ്ലോബൽ ഓയിൽ കമ്മോഡിറ്റി വിലയിലുണ്ടായ ചലനങ്ങളും ഈ മെറ്റൽ സെക്ടറിൽ കൂടുതൽ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് ഈ ഓട്ടോ ഇൻഡെക്സിലും പ്രത്യേകിച്ച് ഓട്ടോ സെയിൽസ് ഡാറ്റ വളരെ പോസിറ്റീവും അതുപോലെ തന്നെ വരുന്ന ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ നല്ല വിൽപ്പന സാധ്യതയുണ്ട് എന്നുള്ളതും മൊത്തത്തിൽ ഓട്ടോ ഇൻഡെക്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സ് TCS ഇൻഫോസിസ് തുടങ്ങിയ മുൻനിര IT കമ്പനികളിൽ മികച്ച ഡീൽ അക്വിസിഷൻ പ്രഖ്യാപിച്ചതും കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ടെക്നോളജിക്കൽ സ്പെൻഡിങ് വർദ്ധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമൊക്കെ IT ഇൻഡെക്സിൽ ഒരു മുന്നേറ്റത്തിന് കാരണമായതായിട്ടും കാണാം. എന്നാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് അതുപോലെ നിഫ്റ്റി FMCG സ്റ്റോക്കുകളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ആഴ്ച പ്രകടമായിരുന്നു. തിരിച്ചടി നേരിട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സെക്ടറാണ്. അതുപോലെ നിഫ്റ്റി റിയാലിറ്റിയിലും അത്യാവശ്യം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല മുന്നേറ്റം നടത്തിയ ഒരു സെക്ടറാണ് നിഫ്റ്റി റിയാലിറ്റി. PE ഉയർന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ PSU സെക്ടറിൽ പ്രത്യേകിച്ച് നിഫ്റ്റി PSC നിഫ്റ്റി CPSE ഇൻഡെക്സുകളിലും ഒരു കറക്ഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വ്യക്തമായിട്ടുള്ളൊരു സെക്ടർ റൊട്ടേഷൻ നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും റിയൽ എസ്റ്റേറ്റുകളിൽ നിന്നും പണം PSU ബാങ്കുകളിലേക്കും ഓട്ടോ IT മെറ്റൽ സെഗ്മെൻറ്റിലേക്കും ഒരു ഷിഫ്റ്റ് നടന്നതായിട്ട് കാണാം. അപ്പോൾ ഉയർന്ന വാല്യൂഷനുള്ള സെക്ടറുകളിൽ നിന്നും അത്യാവശ്യം ഫെയർലി വാല്യൂഡായി നിൽക്കുന്ന സെക്ടറുകളിലേക്കാണ് ഫണ്ട് മാറ്റപ്പെടുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ നിശ്ചയിക്കുന്ന ചില പ്രധാനപ്പെട്ട മാർക്കറ്റ് ട്രിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും അതുപോലെ ഈ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള അത്യാവശ്യം സ്പൈക്കുമൊക്കെ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കും നെക്സ്റ്റ് വീക്ക് മുന്നോട്ടേക്ക് പോവുക.
ഇത് കൂടാതെ അടുത്ത ആഴ്ച ഏകദേശം 2000-ലധികം സ്റ്റോക്കുകളുടെ Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു ആഴ്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ പല സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളും പ്രസിദ്ധീകരിക്കുന്ന റിസൾട്ടുകൾ അതാത് സെക്ടറിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതുപോലെ FIIസിൻ്റെ ആക്ടിവിറ്റീസും വളരെ പ്രധാനമാണ്. ഈ മാസം തുടങ്ങിയതിന് ശേഷം ഈ ഓഗസ്റ്റ് മാസം നമ്മൾ FIIs നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഏകദേശം 2857 കോടിയുടെ ഒരു നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് FIIs ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു നെറ്റ് ബൈങ് പൊസിഷൻ FIIs മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു റിക്കവറി പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ FIIസിൻ്റെ ആക്ടിവിറ്റി നേരെ തിരിച്ചാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു റേഞ്ച് ബൗണ്ട് ലെവലിലേക്ക് മാർക്കറ്റ് പോകാനാണ് സാധ്യത. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് US മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാക്രോ എക്കണോമിക് ഡാറ്റകൾ വരുന്നുണ്ട്. US നോൺ ഫാം പാരോൾസ്, അതായത് അവരുടെ ജോബ് ഡാറ്റ വരുന്നുണ്ട്. കൂടാതെ CPI ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട USൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇവൻറ്റുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്ക് സാധ്യതയുള്ള ഒരു സപ്പോർട്ട് ലെവലുകൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അഥവാ ഗ്ലോബൽ ക്യൂസ് മോശമാകുകയാണെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ 24,400 24,500 ലെവലുകൾ ഒരു പ്രധാന സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ മുകളിലോട്ട് 24,650 24,720 ലെവലുകൾ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 25,000 എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു സൈക്കോളജിക്കൽ ലെവലിലേക്ക് നിഫ്റ്റി പോകണമെങ്കിൽ 24,750 24,850 ലെവലുകൾ ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മൊത്തത്തിൽ റെസിസ്റ്റൻസ് ലെവൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, സപ്പോർട്ട് ലെവൽ വീക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ശക്തമായ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഗ്ലോബൽ ക്യൂസ് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൂടാതെ പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും Q1 റിസൾട്ടുകളും വളരെ പോസിറ്റീവായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.